പക്ഷേ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇറാനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ്. അതായത് 2 കപ്പലുകൾ ഹോർമൂസ് വഴി സഞ്ചരിച്ചു. അതിൽ ഒരു കപ്പലിൽ 13 പേരുണ്ടായിരുന്നു. 13 പേരിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. 13 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. ഒരാളുടെ നില ഗുരുതരമാണ്. മറ്റൊരു കപ്പലിൽ 18 പേരുണ്ടായിരുന്നു. അതിൽ 9 പേരുടെ നില ഗുരുതരം, അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോ ആ മരണപ്പെട്ട ഇന്ത്യക്കാരന് വേണ്ടി ശക്തമായ നിലപാട് ഇന്ത്യ സ്വീകരിക്കുകയാണ്. ഇറാനും ഇന്ത്യയും തമ്മിൽ സൗഹൃദമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പ്രത്യേകിച്ച് നമ്മുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ അടക്കമുള്ളവർ ഇറാന്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ച് കൃത്യമായി നിലപാട് അറിയിച്ചിരിക്കുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ ഒരു നാവികനെയോ ഒരാളെയോ തൊട്ടാൽ ഇന്ത്യ വെറുതെ ഇരിക്കില്ല. എന്തായിരിക്കും ഇനി ഇന്ത്യയുടെ നിലപാട്? ഇന്ത്യയുടെ നിലപാട് തീർച്ചയായിട്ടും ഒരു പ്രകടമായൊരു മാറ്റമാണ്. ഇന്ത്യ ഈ യുദ്ധത്തിൽ 2 പക്ഷത്തും ചേരാതെ, അമേരിക്കയുടെ പക്ഷത്തും ഇറാന്റെ പക്ഷത്തും ചേരാതെ ഒരു സമദൂര സിദ്ധാന്തമാണ് സൂക്ഷിച്ചിരുന്നത്. അതേസമയത്ത് ഇറാനുമായി നല്ല ബന്ധം പുലർത്തിയതുകൊണ്ട് ഈ യുദ്ധത്തിന്റെ കെടുതികളൊന്നും നമ്മുടെ രാജ്യം വല്ലാതെ അനുഭവിച്ചിട്ടുമില്ല. അല്പം ഈ ഗ്യാസിന് ക്ഷാമം ഉണ്ടായി, ഓയിലിന് കുറച്ച് ചെറിയ വില കൂടൽ വർധനവ് ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ ഒരു ആഗോള യുദ്ധത്തിൻ്റെ യാതൊരു കെടുതികളും ഇന്ത്യ അനുഭവിച്ചില്ല. അപ്പോൾ ഇന്ത്യയുടെ രക്ഷയായിരുന്നു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ താല്പര്യം. അതുകൊണ്ട് ആരോടും അമിതമായ വാശി കാണിക്കാതെ സൂക്ഷിച്ച് മാത്രം സംസാരിച്ചാണ് നമ്മൾ നിന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യമായി ഈ യുദ്ധത്തിൽ കടുത്ത ഭാഷയിൽ ഇറാനെ അപലപിക്കേണ്ടി വന്നിരിക്കുന്നു. ആ അപലപിക്കേണ്ടി വരുമ്പോൾ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ, ഇറാനെ അപലപിക്കുക എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് അത് ട്രംപിന് അനുകൂലമായൊരു പ്രസ്താവനയാണ്. ട്രംപാണ് ഇറാനെ ഏറ്റവും ശക്തമായി അപലപിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇതിൽ ഈ നിലപാട്, ഇന്ത്യക്ക് എന്തായാലും ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുന്നു, 5-8 പേർക്ക് വലിയ തോതിൽ പരിക്കേൽക്കുന്നു. അപ്പോൾ ഇന്ത്യൻ പൗരന്മാരെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിൽ പരിക്കേൽക്കുമ്പോഴും മരിക്കുമ്പോഴും ഇന്ത്യക്ക് പ്രതികരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ പ്രതികരണത്തിൽ 2-3 അടിസ്ഥാന കാര്യങ്ങളും കൂടി പരിശോധിക്കുമായിരിക്കും ഇന്ത്യ ഗവൺമെൻറ്. തീർച്ചയായിട്ടും അപലപിച്ചത് ശരിയാണ്. പക്ഷെ അതിൻ്റെ അടിസ്ഥാന വസ്തുതകൾ പരിശോധിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ. ഒന്ന്, ഈ കപ്പലുകൾ ഇന്ത്യയുടെ അല്ല, UAE കപ്പലുകളാണ്. ഗൾഫിലെ കപ്പലുകളിൽ പണിയെടുക്കുന്ന ഇന്ത്യക്കാർക്ക് നേരെയാണ്, നിർഭാഗ്യവശാൽ UAEക്ക് നേരെയാണ് ആക്രമണം. കാരണം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളോടാണ് ഇറാൻ എപ്പോഴും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്കക്ക് നോവണമെങ്കിൽ, അമേരിക്ക എണ്ണ ഊറ്റിയെടുക്കുന്ന ഈ അറബ് രാജ്യങ്ങളുണ്ടല്ലോ, ഗൾഫ് രാജ്യങ്ങൾ, അവിടെയൊക്കെ അമേരിക്കക്ക് ബേസ് ഉണ്ട്, സൈനിക താവളങ്ങളുണ്ട്. അപ്പോൾ UAE ആയാലും കുവൈറ്റ് ആയാലും ബഹ്റൈൻ ആയാലും ഒമാൻ ആയാലും അറിയാലോ, ഈവൻ സൗദി അറേബ്യ ആയാലും. ഈ സമയത്ത് വേറൊരു കാര്യം കൂടി നമ്മൾ കാണാതിരിക്കുകയാണ്. അപ്പോൾ ഇത് UAEയുടെ കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണമാണ്. അതിലാണ് ഇന്ത്യക്കാർക്ക് പരിക്ക് പറ്റിയതും ഒരു ഇന്ത്യക്കാരൻ മരിച്ചതും. ഇതേ സമയത്ത് തന്നെ സൗദി അറേബ്യയിലെ അബഹ വിമാനത്താവളത്തിൽ ഇന്നലെ ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അബഹയുടെ ഒരു പ്രത്യേകത, അവിടെ കുറച്ച് ഷിയ സ്വാധീനമൊക്കെ ഉള്ള സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യക്ക് നേരെയും UAEക്ക് നേരെയും, അതിന് 2 ദിവസം മുമ്പാണ് കുവൈറ്റിന് നേരെയും ബഹ്റൈനിന് നേരെയൊക്കെ ആക്രമണം ഉണ്ടായത്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു നീക്കം എന്ന നിലയിൽ പതിവ് പോലെ ഇറാൻ അറബ് രാജ്യങ്ങൾക്ക് നേരെ നടത്തിയ ഒരു ആക്രമണത്തിൻ്റെ ഭാഗമാണ് ഹോർമൂസിൽ നമുക്ക് കിട്ടിയത്. സത്യത്തിൽ അത് ഇന്ത്യക്കാരാണെന്ന് അറിഞ്ഞുകൊണ്ടോ ഇന്ത്യക്കാരെ ആക്രമിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടോ ആവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ കപ്പലിനെ തിരഞ്ഞു പിടിക്കുമല്ലോ. ഇന്ത്യൻ കപ്പലുകളൊക്കെ കടത്തിവിട്ടിട്ടേ ഉള്ളൂ. ഇന്നോളം ഒരൊറ്റ ഇന്ത്യൻ കപ്പലിനും ഹോർമൂസിൽ ഇറാൻ അപകടം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ UAEക്ക് നേരെ നടത്തിയ ഒരു ആക്രമണമായിട്ട് വേണം ഇതിനെ കാണാൻ, ഒന്നാമത്തെ കാര്യം. 2, വെടിനിർത്തൽ വരെ എത്തിയ ഒരു അവസ്ഥയിൽ നിന്ന് ഇറാൻ വീണ്ടും ആക്രമണം തുടങ്ങിയത് എപ്പോഴാണ്? അമേരിക്കയുടെ പ്രതികാരമാണ്. ആവശ്യമില്ലാത്ത ഈ എന്താ പറയുക, നമ്മൾ ഈ സ്വബോധമില്ലാത്ത വർത്തമാനങ്ങൾ അത് ഏത് സമയത്ത് ആലോചിച്ച് നോക്കൂ. ഇറാനിൽ ഇത്രയും ദിവസം ഏതാണ്ട് 3 മാസത്തിലേറെ കാത്തിരുന്നിട്ടാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അവരുടെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖാംനയുടെ ശവസംസ്കാരം നടന്നത്. 5-6 ദിവസം നീണ്ടു നിന്ന, ഈ കഴിഞ്ഞ ജൂലൈ 4 മുതൽ 9 വരെ നീണ്ടു നിന്ന 6 ദിവസം നീണ്ടു നിന്ന വലിയ കോടിക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്നാണല്ലോ പറയുന്നത്. അത് നടക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അവർ ഗംഭീരമായിട്ട് നടത്തുമല്ലോ. കാരണം 36 കൊല്ലം അവരുടെ ആത്മീയ നേതാവായിരുന്ന രാഷ്ട്രത്തലവനാണ്. അവരുടെ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ, അതിൻ്റെ മീതെയാണ് അവരുടെ ആത്മീയ നേതാവ്. അതിൻ്റെ താഴെ വരുന്നുള്ളൂ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും സ്പീക്കറും ഒക്കെ. അപ്പോൾ പരമോന്നത നേതാവിൻ്റെ ഇറാന്റെ എക്കാലത്തെയും പരമോന്നത നേതാക്കന്മാർ 2 പേരാണ്. ഇപ്പോൾ ഈ ഇസ്ലാമിക്
റവല്യൂഷൻ, ഇസ്ലാമിക വിപ്ലവം 1979 നടന്നതിന് ശേഷം ആയത്തുള്ള ഖുമൈനി പരമോന്നത നേതാവായി. അദ്ദേഹം 10 കൊല്ലം നിന്നു അല്ലേ. 89 അദ്ദേഹം മരിച്ചു. 89 മുതൽ ഇപ്പൊ 2026 അല്ലേ, 25 വരെ ആ അല്ല 26 വരെ, 26 തന്നെ കൊല്ലപ്പെടുന്ന 3 മാസം മുമ്പാണ്. അതുവരെ 36 കൊല്ലത്തോളം ഇദ്ദേഹമാണ്. അങ്ങനെ ആൾ മരിക്കുമ്പോൾ അവര് ഗംഭീരമായിട്ട് നടത്തും. ലോകത്തിലെ മുഴുവൻ രാഷ്ട്രത്തലവന്മാരെയും വിളിച്ചു, പലരും പങ്കെടുത്തു, ഒട്ടുമിക്ക പേരും പങ്കെടുത്തു. ലോകത്തിലെ സകല മതാചാര്യന്മാരെയും വിളിച്ചു, അവരൊക്കെ പങ്കെടുത്തു. എല്ലാ മതങ്ങളുടെ ആചാര്യന്മാരും അവിടെ ചെന്നു. അപ്പൊ ഇതൊരു ഷോ ആണ് എന്ന് പറഞ്ഞിട്ട് പോകാത്തതാരാ? സ്വാഭാവികമായിട്ടും പോകാതിരിക്കുക ട്രംപാണ്. ട്രംപും നെതന്യാഹുവും പോയിട്ടില്ല. അത് പോകാതിരിക്കുന്നത് അവര് ഈ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ അതിനോട് അനാദരവുള്ളതുകൊണ്ടല്ല, ശത്രുത കൊണ്ടും ആവണല്ലേ. സാധാരണഗതിയിൽ അവർ പോയില്ലെങ്കിൽ ആർക്കോ മനസ്സിലാവും ഇവർ രണ്ടുപേരും പോകാത്ത സുരക്ഷാ കാരണങ്ങളാലാണ്. അവിടെ ഏതെങ്കിലും ഒരു ഭ്രാന്തനി 100 കണക്കിന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അവർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള അവരുടെ ആത്മീയ നേതാവിനെ കൊന്നു എന്ന് ജനം പറയുന്ന നെതന്യാഹുവിനെയോ അല്ലെങ്കിൽ ട്രംപിനെയോ ആക്രമിച്ചാൽ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇറാൻ തന്നെ പറയും ഞങ്ങൾ വരട്ടെ എന്ന് ചോദിച്ചാൽ വരണ്ടെന്ന് അവർ പറയും. കാരണം അത്ര വലിയ സെക്യൂരിറ്റി റിസ്ക് ആവും അത്. പക്ഷേ പോകാതിരിക്കാം. പക്ഷെ ആ ഒരു സന്ദർഭത്തിന്റെ വികാരം മനസ്സിലാക്കണ്ടേ. ഈ മരണാനന്തര ചടങ്ങ് നടക്കുമ്പോൾ ലോകം മുഴുവനുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് അവിടെ പ്രാർത്ഥനയും അനുശോചനവും ദുഃഖവും ഒക്കെ അറിയിക്കുന്ന സമയത്ത് അതിനെതിരായി ഉറഞ്ഞു തുള്ളിയതാരാ? ട്രംപാണ്. ഒരാവശ്യമില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു ഒറ്റ വെടിക്ക് തീർക്കേണ്ടതാണ് ഈ ഷോ ഒക്കെ. ഈ സ്വാഭാവികമായിട്ട് ഷോ ഉണ്ടാവുമല്ലോ. എന്തിനാ അവർ ഷോ നടത്തുന്നത്? ഒന്ന്, അവർക്ക് ലോകത്തിന്റെ സഹതാപം പിടിച്ചു പറ്റണം. അവരുടെ ഏറ്റവും വലിയ ആചാര്യനെയാണ് കൊന്നത്. അവരുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ആ സങ്കടത്തിൽ പങ്കെടുത്തു. മുഴുവൻ ജനങ്ങൾക്കും സങ്കടം ഉണ്ടായിട്ടാണോ അല്ലെന്ന് അറിയില്ല, നിർബന്ധപൂർവ്വം അവിടുത്തെ മുഴുവൻ ജനങ്ങളെയും പുറത്തിറക്കുക ചെയ്തത്. അതൊക്കെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ രീതിയാണ്. അതിനൊരു തീർച്ചയായിട്ടും ഒരു ഫാസിസ്റ്റ് സ്വഭാവമൊക്കെ ഉണ്ടാവും, നിർബന്ധ സ്വഭാവമൊക്കെ ഉണ്ടാവും, ഭീകര സ്വഭാവം ഉണ്ടാവും. പക്ഷേ ഇത് നടക്കുമ്പോൾ അതുവരെ വെടിനിർത്തൽ കരാറിന് ഇറാനോട് ഞങ്ങൾ വെടിനിർത്തിയിരിക്കുന്നു, ഞാൻ സമാധാനത്തിൻ്റെ പക്ഷത്താണ്, പാകിസ്ഥാൻ മധ്യസ്ഥതയിലാണ്, ഖത്തർ മധ്യസ്ഥതയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അമേരിക്ക, ആ ഒരു കാര്യം ഉറപ്പാണല്ലോ, അവിടെ ഈ ഫ്യൂണറൽ നടക്കുമ്പോൾ എന്തായാലും ഇറാൻ ആക്രമിക്കാൻ പോകില്ലല്ലോ. അവിടെ പ്രകോപനം ഉണ്ടാക്കിയതാരാ? ട്രംപ് ഉണ്ടാക്കിയ പ്രകോപനമാണ്. ട്രംപിന്റെ പ്രകോപനം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒറ്റ വെടിക്ക് തീർക്കാവുന്നതേ ഉള്ളൂ ഈ കണ്ട ആൾക്കൂട്ടത്തെ മുഴുവൻ. എന്ന് വെച്ചാൽ കോടിക്കണക്കിന് ആളുകളെ ഒറ്റ വെടി എന്ന് പറഞ്ഞാൽ ഒറ്റ ബോംബ് കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ശരിയായിരിക്കും. പക്ഷേ അത് പറയാൻ പാടുണ്ടോ ആ സമയത്ത്? ഈ ട്രംപിനെ പോലെ ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ല, ഒരു ലോക നേതാവും പറയാൻ പാടില്ല. പക്ഷേ അപ്പോൾ അവർ തീരുമാനിച്ചു ഒറ്റ ബോംബ് കൊണ്ട് അങ്ങനെ തീർക്കുമെങ്കിൽ നമുക്കും തീർക്കാൻ പറ്റുമല്ലോ പലതും. അങ്ങനെയാണ് അവർ തിരിച്ചാക്രമണം തുടങ്ങിയത്. ആ ആക്രമണത്തിലാണ് UAE കപ്പലുകൾക്ക് മിസൈൽ വന്നത്. ആ പരിക്ക് ആണ് നമുക്ക് പറ്റിയത്. അപ്പോൾ ഇതിൽ ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് ഇന്ത്യക്കാർക്ക് പരിക്ക് പറ്റിയാൽ ഇന്ത്യക്കാരെ തൊട്ട് കളിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതികരിച്ചേ പറ്റുള്ളൂ. പക്ഷേ യുദ്ധത്തിൻ്റെ പുതിയ ഗതി അങ്ങനെയല്ല. ഈ യുദ്ധത്തിൽ സമാധാനം ഏതാണ്ട് രണ്ടു കൂട്ടരും ആഗ്രഹിച്ചിരുന്നു. ഇറാനും വേണം സമാധാനം, രണ്ട് കാരണത്തിന്. ഒന്ന്, ആയത്തുള്ളയെ അടക്കണമെങ്കിൽ സമാധാനം വേണം. രണ്ടാമത്തെ കാര്യം, ഇനി അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ വലിയ തകർന്ന് നടുവൊടിഞ്ഞ് നിൽക്കുകയാണ്. അവർക്ക് നിവൃത്തിയില്ല. ആകെ ഉണ്ടായിരുന്ന എണ്ണയാണ്, ആ എണ്ണപ്പാടാണ് ഈ കത്തിപ്പോണത് യുദ്ധത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ സമാധാനം വേണമെന്ന് ഇറാൻ ആഗ്രഹിക്കുന്നു, അമേരിക്ക ആഗ്രഹിക്കുന്നു, അറബ് രാജ്യങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നു. അറബ് രാജ്യങ്ങൾ അമേരിക്കക്ക് സൈനിക താവളം കൊടുക്കുമ്പോൾ ആ സൈനിക താവളത്തിൽ ബോംബ് വീണാൽ അവിടുത്തെ സാധാരണ ജീവിതത്തെയാണ് ബാധിക്കുക. സൗദി അറേബ്യയിൽ രാജസ്ഥാനുരയിൽ ബോംബ് വീണു, അരാംകോയിൽ ആക്രമണം ഉണ്ടായി, ഇപ്പോൾ അതാ അബഹയിലെ വിമാനത്താവളത്തിൽ ആക്രമണം ഉണ്ടായി. ഇതൊക്കെ അവിടുത്തെ ജീവിതത്തെ ബാധിക്കൂലേ? അപ്പോൾ അമേരിക്കയെ പിന്തുണച്ചുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾ സമാധാനത്തിന് വേണ്ടി മുന്നോട്ട് വന്നു. ഇസ്രായേലുമായി സഹകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. ഈ സമയത്ത് ഇത് വഷളാക്കിയതിൽ, ഈ സാഹചര്യം വഷളാക്കിയതിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനും വലിയ പങ്കുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രസ്താവന എനിക്ക് തോന്നുന്നു അത് അമേരിക്കയോട് പറയേണ്ടത് ഇന്ത്യ അമേരിക്കയോട് മാത്രമായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. ഇന്ത്യൻ തൊഴിലാളികൾക്ക്, ഇന്ത്യൻ കപ്പൽ നാവികർക്ക് പരിക്കേൽപ്പിച്ചതും കൊന്നതും ഇറാൻ ആയതുകൊണ്ട് ഇറാനെ നേരിട്ട് അപലപിക്കുകയും വേണം. പക്ഷേ ആ ചിത്രം പൂർത്തിയാകണമെങ്കിൽ ഇറാനെ വീണ്ടും പ്രകോപിപ്പിച്ച് രംഗത്തിറക്കിയ, യുദ്ധത്തിലേക്ക് വീണ്ടും വലിച്ചഴച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും കൂടി അപലപിക്കുമ്പോഴേ അത് പൂർണ്ണമാവുകയുള്ളൂ. അതുകൂടി നമ്മൾ ചേർത്ത് പറയുന്നു. ഓക്കെ.